അൽ വഹദത്തു സാദിസ, ഒന്നാം ക്ലാസ്സിലെ 6ാമത്തെ യൂണിറ്റ്. ഇതിൽ 3 പാഠങ്ങളുണ്ട്. ഒന്നാമത്തെ പാഠം ഹദിയ. എന്താ ഹദിയ എന്ന് പറഞ്ഞാൽ? ഹദിയ എന്ന് പറഞ്ഞാൽ സാലിമിൻ്റെ കയ്യിലുള്ളതാണ് ഹദിയ, സമ്മാനം. ഇതാരാണ്? ഇതാണ് സാലിം. സാലിമിനൊരു സമ്മാനം കിട്ടിയിട്ടുണ്ട്. സമ്മാനം കിട്ടിയപ്പോൾ സാലിം എന്ത് പറയുന്നു? അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നു അല്ലേ? നമുക്ക് എന്തെങ്കിലും കിട്ടിയാൽ നമ്മൾ അൽഹംദുലില്ലാഹ് എന്ന് പറയണം. സാലിം ആരാണ്? ഇവിടെ 2 ആളെ കാണുന്നുണ്ടല്ലേ? ഇതാരൊക്കെയാണ്? ഇത് സാലിമിൻ്റെ ഉപ്പയും ഉമ്മയുമാണ്. സാലിമിൻ്റെ ഉപ്പ ഹാമിദ്, ഇത് സാലിമിൻ്റെ ഉമ്മ. സാലിമിൻ്റെ ഉപ്പ ആരാണ്? കർഷകനാണ്, കൃഷിക്കാരനാണ്. ഒരു ദിവസം സാലിമിൻ്റെ ഉപ്പ കൃഷിപ്പണിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പോഴാണ് സാലിമിൻ്റെ ഉപ്പയും ഉമ്മയും സംസാരിക്കുന്നത്. ഇവിടെ വായിച്ചു നോക്കൂ. സാലിമിൻ്റെ ഉപ്പയുടെ പേരെന്താ? ഹാമിദ്. ഹാമിദുൻ മുസാരിഉൻ. ഹാമിദ് ഒരു മുസാരിയാണ്. എന്താ മുസാരി? കർഷകൻ. ഹാമിദുൻ മുസാരിഉൻ. ഹാമിദ് ഒരു കർഷകനാണ്, കൃഷിക്കാരനാണ്. യഖ്റുജു സ്വബാഹൻ. അവൻ രാവിലെ പോകും. വയർജിഉ മസാഅൻ. വൈകുന്നേരം മടങ്ങി വരും. യഖ്റുജു അദ്ദേഹം പോകും, ഹാമിദ് പോകും. സ്വബാഹൻ രാവിലെ. സ്വബാഹൻ എന്ന് പറഞ്ഞാൽ രാവിലെ. വയർജിഉ മടങ്ങും, തിരിച്ചു വരും. മസാഅൻ വൈകുന്നേരം. എപ്പോഴാ പോവുക? സ്വബാഹൻ രാവിലെ. എപ്പോഴാ തിരിച്ചു വരിക? മസാഅൻ വൈകുന്നേരം. എവിടെയാ പോകുന്നത്? കൃഷി ചെയ്യാൻ വേണ്ടി അല്ലേ? കൃഷിപ്പണിക്ക് വേണ്ടി രാവിലെ പോകും, തോട്ടത്തിലേക്ക് പോകും. എന്നിട്ട് വൈകുന്നേരം പണിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരും. യൗമൻ ഒരു ദിവസം. വായിക്കൂ, ഏറ്റവും താഴെയുള്ള വരി വായിക്കൂ. യൗമൻ ഒരു ദിവസം. കാന യർജിഉ അയാൾ മടങ്ങി വരികയായിരുന്നു. ആര്? ഹാമിദ്. ഹാമിദ് മടങ്ങി വരികയായിരുന്നു. മിനൽ ഹഖ്ലി വയലിൽ നിന്നും. വയലിൽ കൃഷിപ്പണിയൊക്കെ ചെയ്ത് കഴിഞ്ഞ് വൈകുന്നേരം മടങ്ങി വരികയാണ്. അപ്പോൾ അയാളുടെ ഭാര്യ, അതായത് നമ്മുടെ സാലിമിൻ്റെ ഉമ്മ ഹാമിദിനോട് ചോദിച്ചു. എന്താ ചോദിക്കുന്നത്? അൽ ഈദു ഗദൻ. ഈദ്, ഈദ് എന്ന് പറഞ്ഞാൽ എന്താ? പെരുന്നാൾ അല്ലേ? അൽ ഈദു ഗദൻ. അൽ ഈദു ഗദൻ. പെരുന്നാള് നാളെയാണ്. ഗദൻ എന്ന് പറഞ്ഞാൽ എന്താ? നാളെ. അൽ ഈദു ഗദൻ. പെരുന്നാൾ നാളെയാണ്. മതാ നസ്തരിൽ മലാബിസ. നമ്മൾ എപ്പോഴാണ് വസ്ത്രങ്ങൾ വാങ്ങുക? പെരുന്നാൾക്ക് പുതിയ വസ്ത്രം ധരിക്കണ്ടേ? അതെ, അതിന് വസ്ത്രം വാങ്ങണം. നാളെയാണ് പെരുന്നാൾ. നമ്മളെപ്പോഴാണ് ഇനി വസ്ത്രങ്ങൾ വാങ്ങുക എന്ന് ചോദിച്ചു. ആര്? ഹാമിദിൻ്റെ ഭാര്യ ഹാമിദിനോട്. മതാ എന്ന് പറഞ്ഞാൽ എപ്പോൾ. മതാ എപ്പോൾ. മതാ നസ്തരി നമ്മൾ എപ്പോൾ വാങ്ങും. അൽ മലാബിസ് വസ്ത്രങ്ങൾ. വസ്ത്രങ്ങൾക്ക് എന്താ പറയുക? അൽ മലാബിസ് വസ്ത്രങ്ങൾ. അപ്പോൾ ഹാമിദ് പറയുകയാണ്, നെസ്തരി ഇൻഷാല്ലാ, ഇൻഷാല്ലാ നമുക്ക് വാങ്ങാം. നെസ്തരി നമുക്ക് വാങ്ങാം എന്നാണ് ആര് പറയുന്നത്? ഹാമിദ് പറയുന്നത്. ഇൻഷാല്ലാ നമുക്ക് വാങ്ങാം. അങ്ങനെ ഹാമിദും ഭാര്യയും നടന്ന് വീട്ടിലെത്തി. വീട്ടിലെത്തിയപ്പോൾ വീട്ടിൽ ആരെ കണ്ടു? ഹാമിദിൻ്റെ ഉപ്പയെ കണ്ടു. ഹാമിദിൻ്റെ ഉപ്പ വേറെ വീട്ടിലാണ് താമസം. ഇപ്പോൾ ഹാമിദിൻ്റെ വീട്ടിലേക്ക് വന്നതാണ്. അങ്ങനെ ഹാമിദും ഭാര്യയും വീട്ടിലെത്തിയപ്പോൾ ഉപ്പ വീട്ടിലിരിക്കുന്നുണ്ട്. ഉപ്പയെ കണ്ടപ്പോൾ എന്ത് പറഞ്ഞു? അസ്സലാമു അലൈക്കും. നമ്മളൊരാളെ കണ്ടാൽ സലാം പറയണം അല്ലേ? അസ്സലാമു അലൈക്കും എന്ന് സലാം പറഞ്ഞു. അപ്പോൾ ഉപ്പ വഅലൈക്കും അസ്സലാം എന്ന് സലാം മടക്കി. നമ്മളോട് ആരെങ്കിലും സലാം പറഞ്ഞാൽ, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ സലാം മടക്കണം. എങ്ങനെയാ മടക്കുക? വഅലൈക്കും അസ്സലാം എന്ന് പറയുക. അങ്ങനെ പിതാവ് വഅലൈക്കും അസ്സലാം എന്ന് പറഞ്ഞു. അപ്പോഴാണ് അവിടെ ആര് വരുന്നത്? സാലിം ഓടി വരുന്നത്. ഉപ്പയും ഉമ്മയും കണ്ടപ്പോൾ വീട്ടിനകത്ത് നിന്നും സാലിം ഓടി പുറത്തേക്ക് വന്നു. എന്നിട്ട് ഉമ്മയോട് പറയുകയാണ്, ഉമ്മി ഹദിയ ഹദിയ. ഉമ്മി ഉമ്മ
ഹദിയ സമ്മാനം, സമ്മാനം. ഉമ്മാക്ക് സാലിം ഒരു സമ്മാനം കാണിച്ചു കൊടുക്കുകയാണ്. ഉമ്മ, എനിക്ക് സമ്മാനം കിട്ടിയിട്ടുണ്ട്. സാലിമിൻ്റെ കയ്യിൽ സമ്മാന പൊതി കാണുന്നില്ലേ? അതെ, ഈ സമ്മാനം ഉമ്മയ്ക്ക് കാണിച്ചു കൊടുത്തു അല്ലേ? ഉമ്മ, എനിക്ക് സമ്മാനം കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഉമ്മ ചോദിക്കുകയാണ്, യാ ബുനയ്യ, മോനെ, മിൻ ഐന, എവിടെ നിന്നാണ്? യാ ബുനയ്യ, മോനെ, മിൻ ഐന, എവിടെ നിന്നാണ്? എവിടെ നിന്നാണ് നിനക്ക് ഈ സമ്മാനം കിട്ടിയത് എന്ന് ഉമ്മ ചോദിച്ചു. അപ്പോൾ സാലിം മറുപടി പറയുന്നു, മിൻ ജദ്ദിന, നമ്മുടെ ജദ്ദിൽ നിന്നും. ആരാണ് ജദ്? ഉപ്പാപ്പ. മിൻ ജദ്ദിന, നമ്മുടെ ഉപ്പാപ്പയിൽ നിന്നും. നമ്മുടെ ഉപ്പാപ്പയിൽ നിന്നുമാണ് സമ്മാനം കിട്ടിയത്. ഉപ്പാപ്പയാണ് സമ്മാനം തന്നത് എന്ന് സാലിം പറഞ്ഞു. അപ്പോൾ ഉപ്പാപ്പ വീട്ടിലേക്ക് വന്ന് സാലിമിന് സമ്മാനം കൊടുത്തതാണല്ലേ? അപ്പോൾ ഉമ്മ എന്ത് പറയുന്നു? അൽഹംദുലില്ലാ. സമ്മാനം കിട്ടിയ സന്തോഷത്തിൽ ഉമ്മ പറയുകയാണ് അൽഹംദുലില്ലാ. അങ്ങനെ നമുക്ക് എന്ത് കിട്ടിയാലും എന്ത് വന്നാലും നമ്മൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഇനി ഇവിടെ നോക്കൂ, വായിക്കാം. ഇതാണ് ഹദിയത്ത്, സമ്മാനം. വായിക്കൂ, ഹദിയ, സമ്മാനം. ആദ്യത്തെ അക്ഷരം ഹ ആണല്ലേ? ഹ എഴുതിയത് എങ്ങനെയാണ്? ഇതാ, ഇങ്ങനെയാണ് എഴുതേണ്ടത്. ആരോ മാർക്ക് പോകുന്ന നോക്കൂ. ആദ്യം മേലെ നിന്നും തുടങ്ങി ഇങ്ങനെ വന്നല്ലേ? ആരോ മാർക്കിനനുസരിച്ച് എഴുതുക. ഇനി ഈ ഹായിന് നിറം നൽകുക. ഇവിടെയും നിറം നൽകണം. ഹദിയ, മഹദുൻ, വജ്ഹുൻ, മിയാഹുൻ. വജ്ഹുൻ എന്നെഴുതിയത് നോക്കൂ, ജീമിൻ്റെ കൂടെ അവസാനം ഹാ കൂട്ടി എഴുതിയത് ഇങ്ങനെയാണല്ലേ? അതേപോലെ മിയാഹിൻ്റെ ഹാവോ ഇങ്ങനെ. അപ്പോൾ ഹാ അവസാനം വരികയാണെങ്കിൽ ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഒരു ചെറിയൊരു വട്ടം, ഒരു വട്ടത്തിലല്ലേ? അതാണ് ഹാ. അവസാനത്തിൽ വരുമ്പോൾ അങ്ങനെ, ആദ്യത്തിൽ വരുമ്പോൾ ഇങ്ങനെ. ഹാ നടുവിലാണ് വരുന്നത് എങ്കിലോ ഇങ്ങനെ. അവസാനമാണെങ്കിൽ കൂട്ടിയിട്ടാണെങ്കിൽ ഇങ്ങനെ, മറ്റു വാക്കിൻ്റെ മറ്റക്ഷരത്തിൻ്റെ കൂടെ ചേർത്ത് എഴുതുക. അല്ലെങ്കിൽ ഒറ്റക്കാണെങ്കിൽ, കൂട്ടി എഴുതാൻ പറ്റാത്ത സ്ഥലത്താണെങ്കിൽ ഇങ്ങനെ എഴുതുക. ഇങ്ങനെയാണ് ഹാ എഴുതേണ്ടത്. ഇവിടെ നോക്കൂ, ഇവിടെ പൂരിപ്പിക്കണം. ഒരു വീടാണ് കാണുന്നത് അല്ലേ? വീടിന് എന്ത് പറയും? ബൈത്തുൻ. ബൈ, ബൈ എന്നവിടെ എഴുതിയിട്ടുണ്ട്. തുൻ എന്ന് നമ്മൾ ചേർക്കണം. ഇവിടെ 3 താ കൊടുത്തിട്ടുണ്ട് അല്ലേ? അതിലേത് താണ് ശരി? ഇതാണ്. ഈ താ ആണ് ബൈത്തിൻ്റെ താ. അതുകൊണ്ട് ആ താ ഇവിടെ എഴുതുക, ബൈത്തുൻ. ഓക്കെ. ഇനി ഇവിടെ വർദ്ധത്താണല്ലേ? പനിനീർ പൂവ്. വർദ്ധത്തിൻ്റെ താ ഏതാണ്? ഇവിടെയും 3 താ കൊടുത്തിട്ടുണ്ട്. ഇതാണോ ഇതാണോ ഇതാണോ? വർദ്ധത്തിൻ്റെ താ നമ്മൾ ഇതാണ് എഴുതേണ്ടത് അല്ലേ? കൂട്ടി എഴുതാതെ എഴുതണം. ദാലിൻ്റെ കൂടെ കൂട്ടി എഴുതരുത്. അതുകൊണ്ട് ആ താ ഇവിടെ എഴുതുക, വർദ്ധത്തുൻ, പന്നീർപ്പൂവ്. ഇനി ഇവിടെ അലിഫും വാവും യാവും കൊടുത്തിട്ടുണ്ട്. എന്തിനാണ് അലിഫും വാവും യാവും ചേർക്കുന്നത്? നീട്ടാൻ വേണ്ടി അല്ലേ? കാ എന്ന് നീട്ടാൻ വേണ്ടി അലിഫ് എഴുതി. കാ, ഇവിടെ ലാമുണ്ട്, ല, കാല, അതിവിടെ എഴുതണം. കാ ല എന്നതിവിടെ ചേർത്ത് എഴുതുക, കാല എന്ന് എഴുതുക. പിന്നെ രണ്ടാമത്തത് കാ മ, കാമ എന്ന് ആ കള്ളിയിൽ എഴുതുക. ഇനിയോ, അപ്പോൾ കാ എന്ന് നീട്ടാൻ വേണ്ടിയാണ് അലിഫ് ഇട്ടത്. ഇനി ഇവിടെ നൂ എന്ന് കാണുന്നുണ്ടല്ലേ? നൂ എന്ന് നീട്ടണം. നൂ എന്ന് നീട്ടാൻ വേണ്ടി വാവിട്ടു, അപ്പോൾ നൂ. പിന്നെയോ റാ അല്ലേ? നൂറുൻ, അതവിടെ എഴുതുക. പിന്നെ താഴെ നൂഹുൻ, അത് താഴെ എഴുതുക, നൂഹുൻ. ഇനി രീ, രീ എന്ന് നീട്ടാൻ വേണ്ടി യാ ഇട്ടു, രീ ശുൻ, രീശുൻ ആ കള്ളിയിൽ എഴുതുക. രീഹുൻ എന്നത് താഴെയുള്ള കള്ളിയിലും എഴുതുക, രീഹുൻ. അപ്പോൾ അലിഫ് കൊണ്ട് ആ എന്ന് നീട്ടും, വാവ് കൊണ്ട് ഊ എന്ന് നീട്ടും, യാ കൊണ്ട് ഈ എന്ന് നീട്ടും. അങ്ങനെ ഫതഹ സാലിമുൻ അൽ ഹദിയത്ത, സാലിം സമ്മാനം തുറന്നു. തുറന്നു അല്ലേ? സമ്മാനപ്പെട്ടി ഫതഹ, ഫതഹ എന്നാൽ തുറന്നു. സാലിമുൻ, സാലിം. ഫതഹ സാലിമുൻ, സാലിം തുറന്നു. അൽ ഹദിയത, സമ്മാനം. തുറന്നപ്പോൾ എന്താണ് കണ്ടത്?
മലാബിസ് ജമീല, ഭംഗിയുള്ള വസ്ത്രങ്ങൾ. മലാബിസ് വസ്ത്രങ്ങൾ, ജമീല ഭംഗിയുള്ള, നല്ല ഭംഗിയുള്ള വസ്ത്രങ്ങളാണ് സമ്മാനപ്പൊതി തുറന്നപ്പോൾ സാലിമിന് കിട്ടിയത്. കമീസുൻ അബിയൽ, വെളുത്ത ഷർട്ട് അല്ലേ, ഇതാ വെളുത്ത ഷർട്ട്. കമീസുൻ ഷർട്ട്, കുപ്പായം. അബിയൽ വെളുത്ത, നല്ല വെളുത്ത കുപ്പായം. പിന്നെയോ ബന്തലൂനുൻ അസ്വദ്, കറുത്ത പാൻസ് അല്ലേ. ബന്തലൂൻ മീൻസ് പാൻസ്. ബന്തലൂൻ, പെൻസിന് എന്താ പറയുക? ബന്തലൂൻ. ബന്തലൂനുൻ അസ്വദ്, കറുത്ത. അസ്വദ് ബ്ലാക്ക്, കറുത്ത. കറുത്ത നിറമുള്ള ബന്തലൂനും പിന്നെ വൈറ്റ് നിറമുള്ള, വെളുത്ത നിറമുള്ള കമീസും, കറുത്ത നിറമുള്ള പാൻസും വെള്ള ഷർട്ടും കിട്ടി. പിന്നെയോ മെഅത്തഫുൻ അസ്റഖ്, നീല കോട്ട്. മെഅത്തഫ് എന്നാൽ കോട്ട്, അസ്റഖ് നീല, നീല നിറത്തിലുള്ള കോട്ടുമുണ്ടായിരുന്നു. അപ്പോൾ എന്തൊക്കെയാണ് സാലിമിന് സമ്മാനപ്പൊതി തുറന്നപ്പോൾ കിട്ടിയത്? കമീസുൻ അബിയൽ, വെളുത്ത കുപ്പായം. ബന്തലുൻ അസ്വദ്, കറുത്ത പാൻറ്. മെഅത്തഫുൻ അസ്റഖ്, നീലക്കോട്ട്. ഇത്രയും സാധനങ്ങൾ കിട്ടി. ഇവിടെ നിറങ്ങൾ കൊടുത്തിട്ടുണ്ട്, നോക്കാലോ. ഒന്നാമത്തത് നീല നിറം, അതിനെന്താ പറയുക? അസ്റഖ്, നീല. പിന്നെ നോക്കൂ, അസ്വദ് കറുപ്പ്, ബ്ലാക്ക്. ഓക്കെ. അബിയൽ വൈറ്റ്, വെളുപ്പ്. അഹ്ലർ ഗ്രീൻ, പച്ച. അഹ്മർ റെഡ്, ചുവപ്പ്. അസ്ഫർ യെല്ലോ, മഞ്ഞ. ഓക്കെ. അസ്റഖ് ബ്ലൂ, അസ്വദ് ബ്ലാക്ക്, കറുപ്പ്. അബിയൽ വൈറ്റ്, വെളുപ്പ്. അഹ്ലർ ഗ്രീൻ, പച്ച. അഹ്മർ റെഡ്, ചുവപ്പ്. അസ്ഫർ യെല്ലോ, മഞ്ഞ. ഈ നിറങ്ങൾ കാണാതെ പഠിക്കണം, നിറങ്ങളുടെ അറബി പേരുകൾ. ഇവിടെ കൊടുത്തിരിക്കുന്നു. കമീസ് ഷർട്ട്, കമീസ് എന്താ? കുപ്പായം. ഇത് നോക്കൂ, മെഅത്തഫ്. മെഅത്തഫ് എന്താണ്? കോട്ട്. മെഅത്തഫ് കോട്ട്. പിന്നെ ഇതെന്താണ്? ബന്തലൂൻ, പാൻസ് അല്ലേ. കമീസ്, മെഅത്തഫ്, ബന്തലൂൻ, 3 വാക്കുകളും പഠിക്കണം. ഇനി ഇവിടെ നിറം നൽകണം. മെഅത്തഫിന് ഇതാ ഇവിടെ നീല നിറം കൊടുത്തിട്ടുണ്ട് അല്ലേ, അതിൻ്റെ നേരെ എഴുതിയിരിക്കുന്നത് മെഅത്തഫ് എന്നാണ്, കോട്ട്. അപ്പോൾ കോട്ടിന് നീല നിറം നൽകണം. ഏതാ കോട്ട്? ഇതാണ് കോട്ട്. ഇതിന് അസ്റഖ്, അസ്റഖ് നിറം നൽകുക. പിന്നെ കമീസിന് ഏതാ നിറം കൊടുത്തിരിക്കുന്നത്? അഹ്മറാണ് അല്ലേ. എന്താ അഹ്മർ? ചുവപ്പ്. അപ്പോൾ കമീസ് എവിടെ? ഇതാണ് കമീസ്. ഈ കമീസിന് അഹ്മർ നിറം, ചുവപ്പ് നിറം നൽകുക. പിന്നെയോ ബന്തലൂൻ എന്ന് എഴുതിയിട്ട് അസ്വദാണ് കൊടുത്തത്, ബ്ലാക്ക്, കറുപ്പ്. അപ്പോൾ ഇതാണ് ബന്തലൂൻ, പാൻസ്. ഇതിന് അസ്വദ് നിറം, ബ്ലാക്ക് നിറം, കറുപ്പ് നിറം നൽകുക. ഓക്കെ, അങ്ങനെ നിറം നൽകുക. ഇനി ഇവിടെ ഒരു പാട്ടുണ്ട്, ഈ പാട്ടൊന്ന് പാടി നോക്കിയാലോ. മലാബിസി ജദീദത്തുൻ അൻവാഹ അദീദത്തുൻ, മലാബിസി ജമീലത്തുൻ അൽവാനുഹ ഹബീബത്തുൻ, മലാബിസി ലത്തീഫത്തുൻ അഷ്കാലുഹ അലീഫത്തുൻ, മലാബിസി അനീസത്തുൻ അഹദത് ബിഹാ ജമീലത്തുൻ. വസ്ത്രങ്ങളെക്കുറിച്ചുള്ളൊരു പാട്ടാണിത്. കുറേ വസ്ത്രങ്ങളിലെ നല്ല ഭംഗിയുള്ള വസ്ത്രങ്ങൾ ഉണ്ട്. ആ വസ്ത്രങ്ങളെക്കുറിച്ചുള്ള ഈ പാട്ട് നിങ്ങൾ പാടി നോക്കുക. ഓക്കേ.